കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമ്മുടെ കേരളത്തിലെ പൊതുവായിട്ടുള്ള ജനങ്ങൾക്കൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. കാരണം പാരമ്പര്യമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മുൻ തലമുറക്കാർ പറഞ്ഞിട്ടുണ്ട്, സന്ധ്യയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ല. സന്ധ്യയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ എന്തു പറ്റും? ഇന്നത്തെ തലമുറയൊക്കെ ചോദിക്കും, സന്ധ്യയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ എന്താണ്? കാരണം സൂര്യാസ്തമനങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള, നമുക്ക് ഭക്ഷണം കഴിക്കാനും സൂര്യാസ്തമനങ്ങൾക്കും അനുവദിച്ചിട്ടുള്ളതായിട്ടുള്ള ഒരു ക്ലിപ്തത, ഒരു സമയമുണ്ട്. സൂര്യാസ്തമനം എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും ഒരുപോലല്ല ഇരിക്കാം. ഇപ്പോൾ ഈ മിഥുനമാസം തന്നെ നമ്മൾ നോക്കുക, ഈ മിഥുനം കർക്കിടക മാസം വരുമ്പോൾ 6:08, 6:10, 2 മിനിറ്റൊക്കെ വ്യത്യാസം വരും. അടുത്ത മാസം വരുമ്പോഴത്തേക്ക് 2:20 2:15 ഒക്കെ വരും. അക്ഷാംശവും രേഖാംശവും ഒക്കെ വെച്ചിട്ട് ഇതിന് തത്തുല്യമായിട്ട് വ്യതിയാനങ്ങളും വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകുന്നതാണ്. കാരണം പഴയ കാലത്ത് സന്ധ്യ കഴിക്കരുതെന്ന് മാത്രമല്ല, മനുഷ്യർക്കും മൃഗങ്ങൾക്കും പച്ചിലകൾക്ക് പോലും, പഴയ കാലത്ത് പച്ചിലകളായിരുന്നു സാധാരണ ഏറ്റവും കൂടുതൽ ഭക്ഷണത്തിൽ കറിയായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പച്ചിലകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോരനെടുക്കാനാണെങ്കിലും നമ്മുടേതായിട്ടുള്ള പിന്നെ ആഹാരത്തിൻ്റെ രക്തത്തിനാണെങ്കിലും ചീര, പച്ചില, പിന്നെ തഴുതാമ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആരോഗ്യം ഉണ്ടാകാനും പച്ചിലകളിൽ നിന്നുള്ള തോരനും മറ്റ് സാധനങ്ങളുമൊക്കെ ഉപയോഗിക്കാനാണ് നമ്മളിത് തരപ്പെടുത്തിയിരുന്നത്. അത് സന്ധ്യയ്ക്ക് ശേഷം ഒരു കാരണവശാലും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പകല് കഴിഞ്ഞതിന് ശേഷം സന്ധ്യ ആയി കഴിയുമ്പോൾ അന്നങ്ങൾ നമുക്ക് പലതാണ്. പ്രാധാന്യം, മധ്യാഹ്നം, അപരാഹ്നം, ഇങ്ങനെയൊക്കെയാണ് അന്നങ്ങൾ വരുന്നത്. അപ്പോൾ ഓരോ അന്നത്തിലും പഴമക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്യരുത്, ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ. ജ്യോതിഷ സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ, ശാസ്ത്രീയപരമായിട്ട് പറയുകയാണെങ്കിൽ, സന്ധ്യ കഴിഞ്ഞതിന് ശേഷം അസ്തമനം വരുന്നതായിട്ടുള്ള ഉദയം കഴിഞ്ഞ് അസ്തമനം വരുന്നതായിട്ടുള്ള സമയം നമ്മുടെ പ്രകൃതിയിൽ പല ഘടകങ്ങൾക്കും പല കാര്യങ്ങൾക്കും മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു സമയമാണ്. ആ സമയത്ത് ബാക്ടീരിയ അല്ലെങ്കിൽ അണുക്കൾ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള രോഗങ്ങൾ, പകർച്ചവ്യാധികൾ ഉണ്ടാകാനും ഈ പച്ചിലകളിലും മറ്റ് സസ്യങ്ങളിലുമൊക്കെ പകർച്ചവ്യാധികളിലുള്ള അണുക്കൾ ഉണ്ടാകുവാനും സാധ്യതയുള്ളതുകൊണ്ടാണ് സന്ധ്യയ്ക്ക് ശേഷം മുരിങ്ങയിലയോ അല്ലെങ്കിൽ ചീരയോ അല്ലെങ്കിൽ തഴുതാമയോ അല്ലെങ്കിൽ മറ്റുള്ളതായിട്ടുള്ള പച്ചിലകൾ എടുത്ത് നമ്മൾ തോരൻ വെച്ചോ കറി വെച്ചോ കൂട്ടാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം. അതിനാണ് സന്ധ്യയ്ക്ക് നമ്മൾ നിലവിളക്ക് പോലും തെളിക്കുന്ന എള്ളെണ്ണ ഇതിൻ്റെ ഒരു പ്രതിരോധ മാർഗം എന്ന രീതിയിൽ. എള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ സൂക്ഷ്മമായിട്ടുള്ള അണുക്കളെ വരെ നിർവീര്യം ചെയ്യാൻ കഴിവുള്ളതാണ് എള്ളെണ്ണ. എള്ളെണ്ണയിൽ നമ്മൾ കോടി വസ്ത്രം എന്ന് വെച്ചാൽ അലക്ക് വസ്ത്രം, കോടി വസ്ത്രം എന്ന് വെച്ചാൽ അലക്ക് വസ്ത്രമല്ല, അലക്കിയ വസ്ത്രം ഉപയോഗിച്ച് തിരിതെറുത്ത് എള്ളെണ്ണയിൽ മുക്കി തിരിതെളിച്ച് 2 തിരിയിട്ട് സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കുമ്പോൾ തന്നെ അവിടുത്തെ ആ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുകയും അവിടെയുള്ള ആ ഒരു പോസിറ്റീവ് എനർജിയിലുള്ള ജീവിക്കുന്നതായിട്ടുള്ള മനുഷ്യർക്ക് ഒരു വ്യതിയാനം സംഭവിച്ചു മനസ്സിനും ശരീരത്തിനും ഒരു സന്തോഷം ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥയൊക്കെ കാണാനുള്ള ഇതായിട്ടാണ് ജ്യോതിഷ സംബന്ധമായിട്ട് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സന്ധ്യയ്ക്ക് ആഹാരം കഴിക്കരുത്. ആ ആഹാരം കഴിച്ചാൽ പകുതി വിഷമാണ്. അപ്പം പകുതിയെങ്കിലും വിഷം നമ്മുടെ ഉള്ളിൽ ചെല്ലാതിരിക്കാൻ വേണ്ടിയാണ് സന്ധ്യയ്ക്ക് ആഹാരം കഴിക്കരുത്. മരണ വീട്ടിലെ അല്ലെ മരണത്തിൻ്റെ ശ്വാസവും പിന്നെ ചില അഗ്നിയുടെ ശ്വാസം ഉപയോഗിക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ പറയുന്നതിനായിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്നത്തെ പിൻതലമുറക്കാർ ഇത് വിശ്വസിച്ച് വരുന്നതായിട്ടുള്ളതുകൊണ്ട്. അത് തന്നെയല്ല, പാശ്ചാത്യരൊക്കെ ഇത് 100% ഇപ്പം വിശ്വസിച്ച് അവരതിൻ്റെ കണ്ടുപിടുത്തത്തിലേക്കൊക്കെ വന്നിരിക്കുകയാണ്. കാരണം എന്താണ്? സന്ധ്യയ്ക്ക് ശേഷം ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലുള്ള വിഷയങ്ങളും കാരണം എന്താണെന്ന്. അതുകൊണ്ട് സന്ധ്യയ്ക്ക് മാക്സിമം നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരാണെങ്കിലും നമ്മുടെ ഈ വേൾഡിലുള്ള ആൾക്കാരാണെങ്കിലും സന്ധ്യയ്ക്ക് ശേഷം, സന്ധ്യ സമയം എത്രയാണെന്ന് വെച്ചാൽ അതിന് ശേഷമുള്ള ആഹാരം കഴിപ്പ് നിർത്തുന്നത് നല്ലതായിരിക്കും. അത് ബുദ്ധിശൂന്യതയും, കൊച്ചുകുട്ടികളാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിക്ക് ദോഷം കൂടെ ഉണ്ടാകുന്നതായിട്ടുള്ള ഒരവസ്ഥയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.